6 months, that's all we have left in 2026. ഒരു കാര്യം നമ്മൾ 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ശീലമായി മാറുമെന്ന് നമുക്ക് പറ്റാണ്ടാവും. അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരും. എൻ്റെ റൂമിലാണെങ്കിൽ 5 ആൾക്കാർ. ഹായ്, വെൽക്കം ബാക്ക് ടു അൻസാ ബിൻ ആയിഷ. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ദാറ്റ് വി ഹാവ് 6 months to reset our life എന്ന്. ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ആ ഒരു വീഡിയോക്ക് അത്രയും വ്യൂസ് കിട്ടുമെന്ന്. ആൻഡ് സോ മെനി ഗുഡ് കമൻറ്റ്സ് ആൻഡ് മെസ്സേജസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒറ്റക്കല്ല, എന്നെപ്പോലെ ബെറ്റർ വേർഷൻ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതും ഒരു 6 monthsനുള്ളിൽ, അതായത് ഈ ഒരു 2026 ബെറ്റർ വേർഷൻ എയിം ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഞാൻ ചില ഹാബിറ്റ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഈ ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്തു എന്നുള്ളതല്ല, ഐ ആം ട്രൈങ് ടു ബി കൺസിസ്റ്റൻറ്റ് ഓൺ ദീസ് ഹാബിറ്റ്സ് എന്നാണ്. ഇന്ന് 25th July 2026 ആണ്. ആൻഡ് ജൂലൈ 1 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു 5 ഹാബിറ്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് വെരി കോംപ്ലിക്കേറ്റഡ്. ഇതൊരു സിമ്പിൾ 5 ഹാബിറ്റ്സ് ആണ്. ഇത് നമുക്ക് ഓവർനൈറ്റിൽ സക്സസ് ഉണ്ടാക്കുന്ന ഹാബിറ്റ്സും അല്ല. നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്, ഒരു കാര്യം നമ്മൾ 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ശീലമായി മാറുമെന്ന്. ആൻഡ് അതുകൊണ്ടാണ് ഈ ഒരു 21st ജൂലൈക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആയാന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓൾസോ നിങ്ങളും ഒരുപാട് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ഹാബിറ്റ്സും അതുപോലെ ഒരുപാട് ഗോൾസും സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളും. സോ ബി കൺസിസ്റ്റൻറ്റ്, നമുക്ക് പറ്റും. വി ആർ ഓൾ ട്രൈങ് ടു ബിക്കം സംവൺ. ഒരു ഡ്രീമി സംവൺ ഉണ്ടാവും നമുക്ക്, മേ ബി സംവൺ ഹൂ ഇസ് ഫൈനലി പ്രൗഡ് ഓഫ് ദംസെൽവ്സ്. ഞാനും അതിലേക്കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ആൻഡ് ദിസ് 5 ഹാബിറ്റ്സ് ദാറ്റ് ഐ എം ബിൽഡിങ് റൈറ്റ് നൗ ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. ബിക്കോസ് ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ്, ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഹാബിറ്റ്സ് ആയിരുന്നു, ബട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയി. ആൻഡ് ഐ വോണ്ട് ടു ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദാറ്റ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ഡ്രീമി വുമൻ ആയതുകൊണ്ടല്ല, ഐ ആം ട്രൈങ് ടു ബിക്കം ദാറ്റ് ഡ്രീമി വുമൻ ഓഫ് മൈ സെൽഫ്. ദ ഫസ്റ്റ് ഹാബിറ്റ് ഈസ് നോട്ട് സ്ലീപ്പിംഗ് ആഫ്റ്റർ ഫജർ. അതായത് സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല. വേക്കിംഗ് അപ്പ് ഏർലി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഫസ്റ്റത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു 4:45 എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുബഹി നിസ്കരിക്കും. ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഉറക്കമുണ്ട്. പിന്നെ ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങും. പക്ഷെ ആ ഒരു ഉറക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പറക്കത്തില്ലാത്തൊരു ഉറക്കമാണ്. അതായത് അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉറങ്ങുമ്പോൾ 5 മണിക്കാണ് വാങ്ങുന്നതെങ്കിൽ 5:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങും, നിസ്കരിച്ച് ഖുർആൻ ഓതി ഞാൻ ഉറങ്ങും. പക്ഷെ ആ 5:30 ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ വർക്കിന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 8 മണിയാകുമ്പോൾ ഞാൻ എണീക്കും. അപ്പം ഭയങ്കര ഷോർട്ടായിട്ടുള്ളൊരു സ്ലീപ്പാണ് കിട്ടുക. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. സോ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാൻ തുടങ്ങും. ഉറങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ അവിടെ ഓഫീസിൽ പോയി ഉറങ്ങണം എന്നൊക്കെയുള്ള കുറേ മൈൻഡ് വരും. സോ ദിസ് one habit is something I really wanted to be consistent. അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് എനിക്ക് സുബഹിക്ക് എണീക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഉറക്കമുണ്ടല്ലോ, അതെനിക്ക് എങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറങ്ങണം എന്നുള്ള മൈൻഡ് വരും. ആൻഡ് ആ ഒരു സംഭവം എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് 25th July 5:33 in the morning. ഞാനിപ്പം താമസിക്കുന്നത് ഒരു PG-ലാണ്. ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും, കൂത്തൊക്കെ ഉണ്ട്. PG-ലാണ്. അപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്കിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ഡോക്യുമെൻറ്റ് ദിസ് ജേർണി ഓഫ് മൈൻ, that I am building these habits consistently. അപ്പോൾ PG-യിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ റൂമിലാണെങ്കിൽ 5 ആൾക്കാരുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സ്ഥലമില്ല നമുക്ക് PG-യിൽ വെച്ചാൽ അറിയാലോ. അപ്പം ഞാനിപ്പോൾ രാവിലെ നിസ്കരിച്ച് കഴിഞ്ഞ് ആ ഒരു മൂഡിലാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ, ലൈക്ക് ദിസ് ഇസ് ഗുഡ്. ഞാൻ ഇത്രയും ദിവസം വീഡിയോ എടുത്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. ഐ ഡിഡ്ന്റ് ഹാവ് എ ലൈറ്റ് ആൻഡ് ഓൾസോ എ ട്രൈപോഡ്. എല്ലാം സെറ്റാവണമെന്നൊന്നുമില്ല, വി ഹാവ് ടു ജസ്റ്റ് സ്റ്റാർട്ട്. രാവിലെ ഫുഡ് ആക്കാൻ തുടങ്ങി, ദാറ്റ്സ് ദ സൗണ്ട്. ഉറങ്ങാണ്ട് പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്ക്രിപ്റ്റ് ചെയ്യും. എൻ്റെ കോണ്ടൻറ്റ് ഐഡിയാസ് കുറേ ഉണ്ടാവും തലയിൽ, പക്ഷേ അതൊന്നും ഞാൻ എവിടെ എഴുതി വെക്കില്ല, ഒന്നും ചെയ്യില്ല. സോ ഞാനത് ജസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക് പെൻഡിങ്ങിലുണ്ടാവും, അതൊക്കെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അല്ലാണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ഞാനപ്പോൾ ചെയ്യില്ല, എനിക്ക് പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്കൗട്ടും ചെയ്യും. അതാണ് ഞാൻ ഈ രാവിലെ സുബഹിക്ക് എണീച്ചിട്ട് ഉറങ്ങാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ചില ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും, കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും ഈ ഒരു 21 days എല്ലാ ദിവസവും ഞാനിങ്ങനെ ഉറങ്ങാതിരുന്നിട്ടില്ല. ചില ദിവസങ്ങളൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്.
ആൻഡ് ബട്ട് ഐ എം ട്രൈങ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ ടൈം കിട്ടിയ പോലെ നമുക്ക് ഫീൽ ആവും. ശരിക്കും അത് ഉള്ളതാട്ടോ. ഒരു റിലീജിയനിൽ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നാണ്. പക്ഷേ ഞാൻ ഉറങ്ങാറുണ്ട്. നമുക്കങ്ങനെ പറ്റില്ല. ആ ഒരു കുറച്ച് സമയത്ത് ഉറക്കത്തിന് ശേഷം ഭയങ്കര ടയർഡായിട്ട് തോന്നും, ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സ് വരാൻ തുടങ്ങും. ഉറങ്ങണം എന്നുള്ള മൈൻഡ് വരും. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തോന്നും. പക്ഷെ അത് നല്ലതല്ല എന്ന് എനിക്കറിയാം. സെക്കൻഡ് ഹാബിറ്റ് ഈസ് റെഡ്യൂസിങ് മൈ സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈം, oh my god, it's 5 hours 49 minutes. കുറഞ്ഞു കേട്ടോ ഫ്രം ലാസ്റ്റ് വീക്ക്. 48% ലാസ്റ്റ് വീക്കിൽ നിന്ന് കുറഞ്ഞു. എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇസ് ഇൻ ദിസ് ഫോൺ. ഈ ഒരു ഫോണിലാണ് എൻ്റെ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. ഐ ആം എൻ എഡിറ്റർ, എ കോണ്ടന്റ് ക്രിയേറ്റർ. എനിക്ക് എൻ്റെ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിലാണ് ചെയ്യുക. വീഡിയോസ് എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഫോണിലാണ്. സോ ഞാൻ രാവിലെ ഒരു 9:30 തൊട്ട് ഫോൺ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 വരെ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാലും ഞാൻ PG വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അത് ഭയങ്കര എനിക്കൊരു എൻ്റെ തന്നെ ഒരു വൃത്തികെട്ട ശീലമായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. ആൻഡ് അത് എനിക്കത്ര ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ഫോൺ നോക്കുന്ന പേഴ്സൺ ആയിരുന്നില്ല, ബട്ട് എനിക്ക് ഭയങ്കര ബാഡായിട്ട് തോന്നി. യൂട്യൂബിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. സ്ക്രോളിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഈസ് കമ്പയറിങ് മൈ സെൽഫ് ടു അതേഴ്സ്. വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വ്ളോഗ്സ് എടുക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് എനിക്ക് ഭയങ്കര പാഷനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടും അതുപോലെ ഇങ്ങനെ ആൾക്കാരോട് വർത്തമാനം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ സാഹചര്യമൊക്കെ വിചാരിച്ച് എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ എല്ലാ സമയം ഞാനിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഓരോ ആൾക്കാരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആ ഒരു സ്വഭാവം എനിക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കമ്പയർ ചെയ്ത് തുടങ്ങുക മാത്രമല്ല, ഞാൻ ഒന്നും ചെയ്യാണ്ടായി. ലൈക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ലൈക്ക് അവരെ കണ്ട് ഇവരെ കണ്ട് ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, കമ്പയർ ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൗ ഐ തിങ്ക് ഇറ്റ്സ് എ മിനിമൽ മോഡ്. ലൈക്ക് ഞാനിപ്പോൾ ഒരു മിനിമലായിട്ടുള്ള മോഡിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഫോൺ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് അവെയർ ആവാൻ തുടങ്ങി. ഞാൻ എന്തിനാണ് ഫോൺ നോക്കുന്നത് എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലേക്ക് വരും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുക്കുമ്പോഴും ഇപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കണ്ട എല്ലാ കാര്യം ഞാനവിടെ വെക്കും. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ റിഡ്യൂസ്ഡ് മൈ സ്ക്രീൻ ടൈം. ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് ഹാബിറ്റ് യു ക്യാൻ ഓൾസോ പ്രാക്ടീസ്. ആൻഡ് ദ തേർഡ് ഹാബിറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അറ്റ് നൈറ്റ്. രാവിലെ ഇരുന്ന് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സുബഹിക്ക് എണീച്ചിട്ട് ഉറങ്ങാതിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ജേർണൽ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പോഴും എഴുതും. ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ജേർണൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും, കുറേ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, നമുക്കിപ്പോൾ ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് വി ഹാവ് എ ഹെൽത്തി ഹാപ്പി ബോഡി. അതൊക്കെ നമ്മളുടെ ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് ആണ്. മോർണിംഗിൽ രാവിലെ എൻ്റെ ഈ ജേർണൽ എഴുതി വെക്കും. ലൈക്ക് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് ദിസ് ലൈഫ്, ദ പീപ്പിൾ, അങ്ങനെയൊക്കെയുള്ള ദ വർക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ രാവിലെ എഴുതി വെക്കും. ബട്ട് രാത്രി ഞാൻ ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ല. ബട്ട് രാത്രി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ആ ബുക്കിൽ തന്നെ, അതായത് ഒരു പേജിൽ രാവിലെ മോർണിംഗ് ഉള്ളത് ഹാഫായിട്ടും പിന്നെ ഹാഫ് രാത്രിയായിട്ടും ഞാൻ എഴുതാം. രാത്രി ഞാൻ എഴുതുന്നത് വെച്ചാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു 2-3 ബെറ്റർ തിങ്സ്, അതാണ് ഞാൻ എഴുതുക. ഓക്കെ, അത് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ സ്വയം അക്നോളജ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ലൈഫിൽ നിന്നൊക്കെ ഇതൊക്കെ ബെറ്റർ സാധനങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് നടന്നു എന്നുള്ളൊരു സംഭവം നമുക്ക് തന്നെ അക്നോളജ് ചെയ്യാൻ പറ്റും. ഹോപ്പ് യു ഗൈസ് വിൽ ഇഗ്നോർ ദാറ്റ്. കുക്കർ നോക്കുന്നുണ്ട്. ജേർണലിംഗ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും പറയുന്ന പോലെ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ജേർണലിംഗ് ഒന്നുമല്ല. എൻ്റെ ജേർണൽ ബുക്ക് ഞാൻ കാണിച്ചു തരാം, ഇഫ് ഐ ക്യാൻ. ഞാൻ അവിടെ കൊടുക്കാൻ എന്തായാലും ജേർണൽ ബുക്ക് ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ജേർണൽ ബുക്കൊന്നുമല്ല. ഇറ്റ് ഈസ് സംതിങ് വെരി നോർമൽ ഒരു നോട്ട് ബുക്കാണ്. ആ നോട്ടിൽ ഞാൻ രാവിലെ ഉള്ള സംഭവം അത് ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ തിങ്സ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ. നമ്മുടെ ലൈഫിൽ ഉള്ള നമ്മുടെ ബ്ലെസ്സിങ്സ് നമുക്ക് അക്നോളജ് ചെയ്ത് ഓക്കെ എൻ്റെ ലൈഫിൽ ഇത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ രാത്രി എഴുതുന്നതുകൊണ്ട് ഒരു സമാധാനം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സംതിങ് you can also practice and that will make a huge change in your life. Like, fourth habit is
ഐ ലേൺ സംതിങ് ന്യൂ എവറി ഡേ. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് വേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അബൌട്ട് സംതിങ് ഫുട്ബോൾ, ഇപ്പോൾ ഫിഫ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നില്ലേ, അബൌട്ട് സംതിങ് ഫുട്ബോൾ, അല്ലെങ്കിൽ അബൌട്ട് സംതിങ് സൈക്കോളജിക്കൽ, മൈൻഡ് ബോഡി, മനുഷ്യന്മാരുടെ മൈൻഡ് ബോഡി, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഞാനത് ലേൺ ചെയ്യുന്നത് ChatGPT വെച്ചിട്ടാട്ടോ. വെരി റാൻഡം തിങ്സ് ആയിരിക്കും ഞാൻ ലേൺ ചെയ്യുക, വെരി റാൻഡം തിങ്സ്. ഇന്നത് ലേൺ ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്യാറില്ല. ബട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും ChatGPT, ഹേയ് ChatGPT, ഐ വോണ്ട് ടു ലേൺ സംതിങ് ന്യൂ ടുഡേ. കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. റീൽസിലേക്ക് കൂടെ ആയാലും ഒക്കെ, നമ്മുടെ റീൽസിലേക്ക് ഇപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വരും. എനിക്ക് അതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. എന്തൊക്കെ പഠിച്ചെന്നുള്ളത് ഓർമ്മയുണ്ടോ ചോദിച്ചാൽ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ സൈക്കോളജിക്കലി മനുഷ്യന്മാരുടെ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലതൊക്കെ ഞാൻ പഠിച്ചു. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു വീഡിയോ എഡിറ്ററാണ്. ആൻഡ് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റും അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടും പഠിക്കാൻ തുടങ്ങി കേട്ടോ. ChatGPT മാത്രമല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി സ്പീക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഈ ഒരു 6 months കഴിയുമ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നോളജ് കുറച്ചുകൂടി ബെറ്റർ ആവും. അതുപോലെ പഠിക്കാനും മാത്രം കൺസ്യൂം ചെയ്യാനും മാത്രമല്ല, ഓർമ്മ ഉണ്ടാവണം, നമുക്ക് മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അതും മോർ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ഡ്രീമി വുമൺ കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിൽ ഐ ആം സമൺ ഹു നോസ് സംതിങ് അബൌട്ട് എവറിത്തിങ്. എല്ലാത്തിനെക്കുറിച്ചും പഠിക്കുക എന്നുള്ളതല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വർക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ടോക്കിംഗ് അബൌട്ട് ഫുട്ബോൾ. വണ്ടിനെ കുറിച്ചാണ് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഫുട്ബോളിനെ പറ്റിയിട്ടും വണ്ടിനെ കുറിച്ചാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവർ പറയുന്നത്. പിന്നെ എനിക്കൊന്നും അറിയില്ല, ഒട്ടറിയില്ല ഇതിനെ കുറിച്ചിട്ടെന്നില്ല ഒരു മൈൻഡ് എനിക്ക് വന്നുപോയി. സോ നൗ ഐ ബിക്കം മോർ കെയർഫുൾ ഫോർ വാട്ട് ഐ ഫീൽ ഇൻ ടു മൈ മൈൻഡ്. ലൈക്ക് ഞാൻ പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആ ഒരു മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പുതിയ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ബി ദ ഡ്രീം വുമൻ, ഐ തിങ്ക് സോ. സോ ദ 5th ഹാബിറ്റ് എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. പക്ഷേ ഞാനൊന്നും അതിനുവേണ്ടി ചെയ്യാറില്ല. സോ ഒരു 1 hour എങ്കിലും എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. അതാണ് ദ 5th ഹാബിറ്റ് ദാറ്റ് ഐ മെയ്ഡ് ദീസ് 21 days. അതായത് ജസ്റ്റ് പ്ലാൻ ചെയ്യുക, അല്ലാണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഞാൻ എൻ്റെ ഡേയ്സിൽ ഇത്രയും ദിവസത്തിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ 5th ഹാബിറ്റ് ദാറ്റ് ഐ എം ട്രൈങ് ടു ബി കൺസിസ്റ്റൻ്റ് ഓൺ. ഇതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും ഓർക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു വലിയ മൊമെൻറ്റിൽ ഉണ്ടാകുന്ന സംഭവമല്ല. ഇറ്റ് ഈസ് എ സ്മോൾ ഹാബിറ്റ്സ് ദാറ്റ് യു ആർ ബീങ് കൺസിസ്റ്റൻ്റ് ഓൺ. സോ എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഗോൾസ് ഉണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഓവർ നൈറ്റിൽ ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് ഫോം ചെയ്ത് ഇങ്ങനെ വന്നിട്ടാണ് അവരും സക്സസ് ആവുന്നത്. സോ ബി കൺസിസ്റ്റൻ്റ് ഓൺ ദ സ്മോൾ ഹാബിറ്റ്സ് ദാറ്റ് യു ആർ ടേക്കിംഗ് റൈറ്റ് നൗ. ആൻഡ് നിങ്ങൾ ഇതുവരെ ഒരു ഹാബിറ്റും നിങ്ങൾ ഇപ്പം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഓക്കെ, ഇനിയും ഒരു 5 months നിങ്ങൾക്കുണ്ട്. You can be the dream woman or the dream person you are dreaming of in this 2026. Okay, so നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക, പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് കൺസിസ്റ്റൻ്റ് ആവാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നിങ്ങൾ കമൻറ്റിൽ പറയുക, വാട്ട് ഈസ് ദ 1 habit that you are working on right now, and let's encourage each other. So yeah.